ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നേ 90s നൊസ്റ്റാൾജിക്കായ പാൽ ഐസ് അല്ലെങ്കിൽ സേമിയ ഐസ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഐസ്ക്രീമിൻ്റെ മോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വളരെ കുറഞ്ഞ പ്രൈസിനാണ് ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇതുപോലാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതെന്താ ഇതുപോലെ നമുക്ക് സെറ്റാക്കി വെക്കാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ ഐസിന് വേണ്ടി നമ്മുടെ സേമിയ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 2 കപ്പ് പാൽ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച പാലിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഒരു തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാവേ. വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. നമ്മുടെ ഐസ്ക്രീം സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഈ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് എല്ലാ മോഡിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. അതിന് കുറച്ചായിട്ട് നമ്മൾ എല്ലാ മോഡിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഐസാണ് ഇത്. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള നമ്മുടെ ഐസാണിത്. പാൽ ഐസ് അല്ലെങ്കിൽ സേമിയ ഐസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതെല്ലാത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ ഓരോ മോഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കവർ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാ മോഡിലേക്കും പാൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. എല്ലാം അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ നമുക്ക് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മോഡിൽ അല്പം ഒന്ന് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എല്ലാം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഐസ് ഈ ചൂട് സമയത്ത് കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്